ഹായ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് സൺഡേ ആയിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ നീച്ച് പുറത്തൊക്കെ പോയി വന്നതാണ്. അതിൻ്റെ ശേഷമുള്ളതാണ് ഇതൊക്കെ കാണുന്നത്. രാവിലെ ഞാൻ നീക്കുന്ന ടൈമിലൊക്കെ ഭയങ്കര ഗ്ലൂമി ആയിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പം ഈ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ പറയുക, ഗ്ലൂമിയും അല്ല എന്നാൽ ഭയങ്കരമായിട്ട് വെയിലില്ലേനും അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഇപ്പം എൻ്റെ ടാബിലുള്ള ഫിലിം എല്ലാതും ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പം ഞാൻ പിന്നെ ഒന്നും കൂടെ ഫുഡൊക്കെ കഴിക്കുമ്പം പ്രകമ്പനം ഒന്നുകൂടെ കാണുകയാണ്. പിന്നെ നിങ്ങളവിടെ മഴയുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഈ ഒരു പ്ലാന്റിന് ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കും. പക്ഷേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരിക. അപ്പം ടേബിളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇനി അടുത്ത വീക്കിലേക്കുള്ള ഡ്രസ്സ് ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഇത് എല്ലാ സൺഡേസും ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം കോളേജിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീക്കിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇത് ഞാൻ ഈ ഒരു സെം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ സെമ്മിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം തലേന്ന് എന്തിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറി കിട്ടും. പിന്നെ ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം ടു ഡു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തുണ്ടായിരുന്ന ക്ലൈമറ്റ് ഇങ്ങനെയായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്യുമ്പം നല്ല വ്ളോഗ്സൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ മഴയാണെങ്കിൽ പെയ്യണമില്ല. ഇന്ന് ഞാൻ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സാധനമാണ്. ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഞാൻ കുറേ ആയിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് സാധനമൊക്കെ മേടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് പറഞ്ഞാൽ ഈ ഒരു ബുക്ക് കവർ ഉണ്ടാക്കാനാണ് ഏറ്റവും ഇതിൽ ടാസ്ക് ആയിട്ടുള്ളത്. കുറേ ടൈം എടുത്തിട്ടാണ് ഈ ഒരു ബുക്ക് കവർ സെറ്റാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു വീക്കായിട്ട് ഞാൻ ഈ ഒരു ബുക്ക് കവറിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഫിനിഷ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിലുള്ള എത്രയും ബുക്കാണ് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇത്ര കാണുമ്പോൾ കുറച്ചുള്ള പോലെ തോന്നും. പക്ഷെ ഒരു വീക്ക് എടുത്തിട്ടാണ് ഇത് മൊത്തം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ബുക്കൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ലഞ്ച് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. നാളേക്കാണെങ്കിൽ എനിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റും കൂടെ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഒരു നോട്ടും പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും അസൈൻമെൻറ്റ് ഫിനിഷ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാമെന്ന്. ഞാൻ വിചാരിച്ചു മൂവിയൊക്കെ കണ്ടിട്ടിരുന്ന് എഴുതാന്ന്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ടാബിൽ തന്നെ നോക്കിയിട്ട് വേണം നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും എനിക്ക് അസൈൻമെൻറ്റ് 1 വീക്കായിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു വർക്കാണ്. പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ അസൈൻമെൻറ്റ് ഉണ്ടാകുമ്പം അധികവും മൺഡേ ആവും സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. പക്ഷെ ഞാൻ എപ്പോഴും സൺഡേ കുത്തിരുന്നാണ് എല്ലാ വർക്കും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഓവർലോഡായിട്ട് തോന്നും. അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ അസൈൻമെൻറ്റ് മാത്രം ഫിനിഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ നോട്ടും കൂടെ ഫുൾ സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് പോയി കിടന്നത്. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങി നീച്ചത്. ഓൾറെഡി ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ആ ക്ലിപ്പൊന്നും കാണിച്ചിട്ടില്ല. ഇത് ഞാൻ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പൗച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൽ എന്തെങ്കിലും ഒരു ചിത്രം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഫാബ്രിക്കിൽ ഞാൻ ഇങ്ങനെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു പിക്ചർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ ട്രേസ് ചെയ്യുന്ന ആ ഒരു പേപ്പർ കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് വരച്ചിട്ട് എന്നിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ എപ്പോഴും എനിക്കിങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അത് ചെയ്യാനുള്ള മടി കൊണ്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അതേപോലെ തന്നെ ക്രോഷും ഭയങ്കര ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ഭയങ്കര മടി പിടിച്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നിൽക്കും. അപ്പോൾ ഫൈനലായിട്ട് ചെയ്ത് തന്നപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊരു കിറ്റിൻ്റെ ഉള്ളിൽ ഒരു ക്യാറ്റ് ഉള്ള പോലെ അങ്ങനത്തെ ഒരു ചിത്രമാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതും പൗച്ചിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിലും ഞാൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിലാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് അതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിൻ്റെ വർക്ക് ഇന്ന് എന്തായാലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനിരിക്കുന്നതിന് മുന്നേ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ ആയി ഫേസ് പാക്ക് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട്, കുറേ പറഞ്ഞാൽ ഒരു മാസത്തോളം ആയിട്ടുണ്ടാവും. അപ്പം എന്തായാലും ഇന്ത്യയിൽ ആൽപ്സിൻ്റെ ഇങ്ങനത്തെ ഒരു പൗഡറും കൂടെ ഉണ്ടായിരുന്നു. സാൻഡിലും അതുപോലെ തന്നെ ബീട്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രണ്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലൊന്ന് ഇട്ട് കൊടുക്കാമെന്ന്. എപ്പോഴും ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തെങ്കിലും സിനിമ ഇടണം. കാരണം അത് എനിക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള പോലെ തോന്നും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു വർക്ക് മൊത്തമായിട്ടും ഒട്ടിക്കലും അതേപോലെ തന്നെ മുറിക്കലും അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ളതാണ്. അതുകൊണ്ടും ഭയങ്കര ടൈം എടുത്തിട്ടാണ് ഓരോന്നും നീറ്റിലാക്കി ചെയ്തെടുത്തത്. പക്ഷെ ബുക്കിൻ്റെ സെറ്റായപ്പം ബാക്കി എല്ലാതും ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തത്. എല്ലാതും അതിലേക്കുള്ള സാധനങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ.
അപ്പോൾ ഉള്ളിൽ ഞാൻ കുറച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അതിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സിൻ്റെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. പിന്നെ എന്തായാലും എൻ്റെ ഈ ഒരു ഡേയിലുള്ള കാര്യമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്, അപ്പോൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചെടുത്തതായിരുന്നു. പിന്നെ ചെയ്തിട്ടുള്ള ബുക്കുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അതിൽ കുറേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ബുക്കുകളൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ മൊത്തമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നത്. ഇത് എങ്ങനെയാണോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സാധനം റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബോക്സിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ റീലാക്കിയിട്ട് എനിക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബോക്സ് എങ്ങനെ ഉണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ മേടിക്കാനോ എന്നുണ്ടെങ്കിൽ എന്തായാലും DM ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.